ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഗൂഗിളിൽ പോലും നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത നമ്മളെ തമിഴ്നാട്ടിലൊരു ഹിഡൻ ആയിട്ടുള്ളൊരു ഗ്രാമത്തിലാണ്. ഗ്രാമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി, ഭയങ്കര കോമൺ ക്വാളിറ്റി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരി. ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ നിങ്ങളുടെ പോണെന്ന് അറിയാം. നമ്മൾ നിങ്ങളുടെ പോണ് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു വെറൈറ്റി സ്ഥലത്തേക്കാണ് പോണത്, ഒരു വെറൈറ്റി വില്ലേജിലേക്കാണ് പോണത്. അത് നിങ്ങൾക്ക് സർപ്രൈസ് ആണ്. അത് നമ്മൾക്ക് ചിലപ്പോൾ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ ഈ വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോണ കാഴ്ചകളാണ്. ഒരു ചെറിയൊരു ക്ലൂ തരാം. പുതുക്കോട്ടേക്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പോണത്. ഇപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഷൊർണൂരാണുള്ളത്. ഇനി നമ്മൾ ട്രെയിൻ കയറിയിട്ട് നമ്മൾ തൃച്ചിക്ക് പോകും. അപ്പോൾ നമുക്ക് തൃച്ചിക്ക് പോവാം. ബാ ഗൈസ്, അപ്പം നമ്മളങ്ങനെ ട്രെയിനിൽ കയറിയിരിക്കണേ. ഇവിടെ കാലുത്താൻ സ്ഥലമില്ല, വിരലുത്താൻ സ്ഥലം കിട്ടിയാൽ മതി. അപ്പം നമ്മൾ എന്തായാലും സീറ്റ് ഇട്ട് വന്നൊന്ന് പോയേക്കാം. അക്ക തോടാ സ്ഥലം. ഗൈസ്, നമ്മൾ മറ്റേ ഗവൺമെൻറ് ആസ്പത്രി പോയ മാതിരിയുണ്ട്. നിലത്ത് കൂടിയൊക്കെ നിറച്ച ആൾക്കാരാ. ഗൈസ്, അപ്പം അങ്ങനെ നമ്മൾ 6-7 മണിക്കൂർ ട്രെയിനിൽ ഇരുന്ന് കണ്ട് ഇപ്പോൾ നമ്മൾ തൃച്ചിയിലെത്തിക്കണം. ഇവിടെ പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു വെതറാണ് കേട്ടോ. നമ്മൾ തമിഴ്നാട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഭയങ്കര ചൂടാണല്ലോ ഇപ്പോൾ. പക്ഷെ ഇപ്പോൾ ഇവിടെ ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ട് നല്ലൊരു വെതറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തൃച്ചിയിലെത്തിക്കണം. ഇനി നമുക്ക് പോകേണ്ടത് പുതുക്കോട്ടേക്കാണ്. പുതുക്കോട്ടേക്ക് ഇവിടെ നിന്ന് ഇനി ബസ്സിന് നമ്മൾ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതുക്കോട്ടയിൽ നിന്ന് പിന്നെ മറ്റേ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ഇനി ഇവിടുന്ന് പുതുക്കോട്ടേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇനി ഇവിടെ എവിടെയെങ്കിലും ചായക്കട എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ചായ കുടിക്കണം. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്ത് തന്നെയാണ് നമ്മളെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് ഓട്ടോ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് നേരെ നമ്മളെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് പുതുക്കോട്ടേക്ക് ബസ് കിട്ടും. നമുക്ക് അതിന് പോവാം. നമ്മളങ്ങനെ ബസ് കയറി. നമുക്ക് ഇവിടുന്ന് മറ്റേ തൃച്ചിയിൽ നിന്ന് ആകെ പഞ്ചപ്പൂർക്ക് ആകെ 10 രൂപ ഉള്ള ഒരാൾക്ക് വരുന്നത്. 7 കിലോമീറ്ററോ 7.7 കിലോമീറ്റർ എന്തുള്ളൂ സംഭവം. നമ്മൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബസ്സിലാണ്. ഗൈസ്, അപ്പം നമ്മളങ്ങനെ പഞ്ചപ്പൂർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. വന്നിറങ്ങിയപ്പോൾ ഒരു ഫ്ലൈറ്റ് അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ എന്തോ എയർപോർട്ട് എന്തോ ഉണ്ട് തോന്നുന്നു. പുതുക്കോട്ടെ കീഴേ. ഗൈസ്, പുതുക്കോട്ടേക്ക് നമുക്ക് കീഴെ പോകണം. കാരണം ബസ് സ്റ്റാൻഡിൽ വരെ ലിഫ്റ്റൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ? വിജയ് അണ്ണായി, സോറി വിജയ് അണ്ണായി, ഇത് വർക്കിംഗ് അല്ല കേട്ടോ. അതൊന്ന് റെഡിയാക്കി അടിപൊളി കഴിഞ്ഞു. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, ഇതിന്റെ സ്വിച്ച് കൂടി ഒന്ന് ഇടി. കമോൺ ഗൈസ്. 2 നിലയിലുള്ള ബസ് സ്റ്റാൻഡ്. നമ്മളൊരു ബൈക്ക് പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ആദ്യം ATM നിന്ന് കുറച്ച് കായ് കജ്ജിലെടുക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ബസ്സിലൊന്നും പോകുമ്പോൾ ഗൂഗിൾ പേ ഉണ്ടോ അൽത്താണെന്ന് വിചാരിച്ചാൽ നടക്കൂല. കാരണം അവിടെ കായ് തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ബസ്സിൽ തന്നെ നമ്മൾ ഒരു ചങ്ങാതിൻ്റെ ഇരുന്ന് മേടിച്ചതാണ്. അപ്പോൾ നമ്മളെന്തായാലും എവിടേക്കെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കായ് കജ്ജിലെടുക്കണം. ഗൈസ്, നമ്മൾ ഇവിടുന്ന് മൂഞ്ചിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ATM-ൽ നമ്മളെ ഇതിൽ പൈസ ഇല്ലയെന്നാണ് തോന്നുന്നത്. പൈസ കിട്ടണില്ല, തരുന്നില്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ എടുത്ത് പോരേണ്ടി ആയിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആരെങ്കിലും കജ്ജുകാലം പിടിച്ചിട്ട് ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ മാറ്റണം. കടയിൽ പോയിട്ട് എന്തെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ ഇവിടെ വേറെ ATM ഉണ്ടാവും അല്ലേ? നമുക്ക് ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തും നമുക്ക് കുറേ ATM ഉണ്ട് എന്നാണ് അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞത്. ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ബസ് സ്റ്റാൻഡ് എന്തൊരു വൃത്തിയും എങ്ങനെ പറയാമെന്നറിയോ? അത്ര അടിപൊളി ബസ് സ്റ്റാൻഡ്. നമ്മളെ കേരളത്തിൽ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ ഞാൻ ഇങ്ങനത്തെ ഒരു ബസ് സ്റ്റാൻഡ് കണ്ടിട്ടില്ല. അത്രക്കും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി ഉണ്ടോയെന്ന് വെച്ചറിയില്ല. കിടിലൻ ബസ് സ്റ്റാൻഡ്, അത്ര വൃത്തിയും, എത്ര ഒരു ATM, എത്ര ഒരു ഷോപ്പും. ബസ് സ്റ്റാൻഡിൻ്റെ പുറത്താണെങ്കിലും എത്ര ഒരു ബസ്സുകൾ നിർത്താനുള്ളൊരു സ്ഥലവും. പിന്നെ അതിൻ്റെ കാര്യം മാത്രമല്ല, നമുക്ക് ഇരിക്കാനും കണ്ടമാന സ്ഥലങ്ങളുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞാൽ കുറച്ച് ഒരു 2-3 സീറ്റ് ഉണ്ടെങ്കിൽ അതുമ്മയും ബബ്ലിക്കോ തുപ്പലോ അതും ഇതൊക്കെ ദേശിച്ചിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, നല്ല കുഷ്യനുള്ള സീറ്റും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഗൈസ്, നമുക്ക് ഇവിടെ ഒരു ലോഡ് ATM മെഷീൻ ഉണ്ട്. നേരത്തെ അവിടെ ഒന്നുണ്ടായിരുന്നു. നമ്മൾ വിഷമിച്ചു പോയിരുന്നു. നമ്മൾ തളരരുത്. നമുക്ക് എന്താണെന്ന് അറിയാം, നമുക്ക് ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ ഒരു വഴി ഉണ്ട്. അത് നമ്മൾ ആദ്യം ചിന്തിക്കണം. എന്തും നമ്മളെ കൊണ്ട് നടക്കും. അതൊക്കെ വലിയ കാര്യമായിട്ട് പറയില്ല, എന്നാലും പറയാം. ചെറിയ കാര്യമാണെങ്കിലും കുറേ ആൾക്കാരോട് പറയാനുള്ളതാണ്. അതായത് ഒക്കെ നമ്മളെ കൊണ്ട് നടക്കും. ഇത് ഇല്ലാച്ചിട്ട് നമ്മൾ തളർന്നു പോരുത്. അപ്പുറത്ത് വേറെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ATM മെഷീൻ വരെ നമ്മളെ വിജയണ്ണൻ്റെ പാർട്ടീൻ്റെ ഒന്നുണ്ട്. കണ്ടോ, ആ ഒരു കളറൊക്കെ ഉണ്ട്. നമ്മൾ ഈ പീടികയിൽ കയറിയിട്ട് ഇനി എന്തെങ്കിലും ചായ എടുക്കട്ടെ. ഇനി ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞ ഒരു 40 കിലോമീറ്റർ എന്തോ ഉണ്ടോ. ഗൈസ്, നമുക്ക് പുതുക്കോട്ടേക്ക് പോകാനുള്ള ബസ് ഇതാണ്. നമുക്ക് പോയേക്കാം.
നമ്മൾ വീഡിയോയിൽ പുതുപ്പേട്ട എന്നിങ്ങനെ പറയണ്ട. അത് നമ്മൾ വിവരമില്ലായ്മേൻ്റെ ഒരു പ്രശ്നമാണ്. ശരിക്കും പുതുക്കോട്ടയാണ്. അപ്പം ഇനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം നമ്മൾ ഇവിടെ അല്ലല്ലോ പെറ്റെടുക്കണം, അതുകൊണ്ട് നമുക്കറിയില്ല. ഇത് പുതുക്കോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് പഞ്ചപ്പൂരാണുള്ളത്. അപ്പോൾ ഇനി പുതുക്കോട്ടേക്കാണ് പോകുന്നത്, പുതുപ്പേട്ടല്ല. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, മനുഷ്യന്മാരല്ലേ, തെറ്റ് പറ്റൂലേ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ പുതുക്കോട്ട എത്തിക്കണം കേട്ടോ. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പുതുക്കോട്ട ബസ് സ്റ്റാൻഡിൽ എത്തിക്കുകയാണ്. കുറച്ചധികം നമുക്ക് യാത്രാക്ഷീണം നല്ലതുകൊണ്ട്, ഉറക്കത്തിൻ്റെ പ്രശ്നം കാരണം. ഇന്നലെ ട്രെയിനിൽ സീറ്റ് ഇട്ടാത്തതുകൊണ്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിനി പുതുക്കോട്ട ബസ് സ്റ്റാൻഡിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. നമുക്ക് അവിടുന്ന് ബസ് ഇട്ടുള്ളൂ. ടൗൺ ബസ്സാണ് നമുക്ക് കിട്ടേണ്ടത്. മേൽവൈശാലക്കാണ് നമുക്ക് ബസ് കയറേണ്ടത്. ഇതിൻ്റെ പുറത്ത് തന്നെ നിന്നാൽ നമുക്ക് ബസ് കിട്ടും. അതെ, നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബൈ ബസ് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ടാക്സിയൊക്കെ ആയിട്ട് പോവാം. ചേട്ടന് ഫ്രീ പ്രൊമോഷൻ. ചേട്ടന് എന്താ പറയുക, പൂ കൊടുക്കണ മാതിരി വീഡിയോ എടുക്കാനൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ബസ് വരാൻ നമുക്ക് ചിലപ്പോൾ 9:30-10 മണിയൊക്കെ ആവും. അപ്പോൾ നമ്മൾ അതുവരെ ഇവിടെ ഇരിക്കേണ്ട വെച്ചിട്ട് നമ്മൾ ഊബർ ചൂസ് ചെയ്താലോ എന്നുണ്ട്. നമ്മൾ ഊബർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഊബർ ഇട്ടിട്ട് എത്ര കടന്നും മറിഞ്ഞു തിരിഞ്ഞു നോക്കി, നമുക്ക് കിട്ടണില്ല. അപ്പോൾ നമ്മളിവിടെ പുറത്ത് വന്നപ്പോൾ ഒരു ഏട്ടനോട് ചോദിച്ചു. അപ്പോൾ മൂപ്പര് 1000 രൂപക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. ഊബറിൽ 400 സംതിങ്ങോ 300 ഉള്ള കാണിക്കണം. നിങ്ങൾക്ക് ക്ഷമയും വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഊബർ കിട്ടും. അപ്പോൾ ഒരു 300 സംതിങ് ഒക്കെ ഉള്ളാവുക. പക്ഷേ നമുക്ക് വയ്യാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ കയറാൻ പോവാണ്. 1000 രൂപയ്ക്ക് നമ്മളെ മേൽവൈശാല എത്തി. ഗൈസ്, അതിശക്തമായ ചൂടാണ് തമിഴ്നാട്. ഭയങ്കര ചൂടും ഭയങ്കര ദാഹമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു ഇളനീര് കുടിക്കാമെന്ന് കരുതി അക്കൻ്റെ ഇരുന്ന് ഒരു ഇളനീര് വാങ്ങി കുടിച്ചാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാലൊക്കെ കഴുകിയിട്ട് വേണം കയറാൻ. അത്ര നീറ്റും അത്രയും പീസ്ഫുള്ള്. നമുക്ക് തന്നെ സൗണ്ട് ഉണ്ടാക്കാൻ തോന്നൂല. അത്രക്കും എന്താ പറയുക, സൗണ്ട് ഇല്ലാത്തൊരു ഗ്രാമം. ഗൈസ്, ഈ ഗ്രാമത്തിലെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പൂട്ടി പോയിക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ ജോലിക്ക് പോയിക്കാണ്. ഇവിടുത്തെ ഓരോ വീടിൻ്റെ മുമ്പിലും അങ്ങനെ അഡ്വക്കേറ്റ്, BCom, BB അങ്ങനെ എന്തൊക്കെ, എനിക്കതിനെ പറ്റി അറിയാത്തതുകൊണ്ട് അങ്ങനത്തെ വലിയ വലിയ ബോർഡുകളുണ്ട്. അപ്പോൾ ഒക്കെ ഓരോരുത്തർ ഓരോ പണിക്ക് പോയിക്കാണ്. ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു കൾച്ചറാണ്. അപ്പോൾ ഓരത് നിലനിർത്തി കൊണ്ടുപോവാണ്. അല്ലാതെ അവർക്ക് പൈസ ഇല്ലാത്ത സംഭവമല്ല. പക്ഷെ ഇവിടെ ഭയങ്കര പീസ് കിട്ടോ, എന്താ അറിയില്ല, ഭയങ്കര കാമൻ ക്വയറ്റ് സ്ഥലം. ഇത് നമ്മളെ തമിഴ്നാടാണ്. നിങ്ങൾ ആലോചിക്കണം കേട്ടോ, തമിഴ്നാടാണ് നമ്മളെ ഈ സ്ഥലം. നമ്മളിപ്പോൾ ഇനി ഇതാ നമ്മളിവിടുത്തെ ഒരു കോവിലേക്ക് പോവുകയാണ്. അതായത് ഇവിടുത്തെ അമ്പലം. അതിന് മുമ്പിൽ തന്നെ മയിലുണ്ട്, കണ്ടമാനം മയിലുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്താ പറയുക, എല്ലാവരുടെ തലയിലും മറ്റേ തലപ്പാവ് ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ടാവും. നമ്മളിപ്പോൾ അമ്പലത്തിൽ കയറാൻ പോവാണ്, ഓരോ ടെമ്പിൾക്ക്. கிடையாது அப்படின்னா இப்ப கிராண்டட் உங்களுக்கு வந்து அனுமதி கொடுத்துட்டாங்க இது கிடைக்கும். சோலார் இப்பதான் இது கிடையாது. ராத்திரி லைட்டே முடியாது, எதுவுமே கிடையாது. நாங்களே கிடையாது. இது வந்து இதுதான். ஓகே ஓகே. கலெக்டர் வீடு எங்க? அதான் சொல்றேன். இதுல அந்த வெளியில அவுட்டர்னா கரண்ட் இருக்காதுல்ல, அவங்களுக்கு கரண்ட் வச்சிருக்காங்க. அப்புறம் தஃபன் பண்ற இடம். தஃபன் அது சொல் தமிழ்ல அடக்கம். அவங்கள அது வழியா கொண்டு போகணும். அங்க போயிட்டு அப்படி இங்கதான் உள்ள. ஆனா சத்தம்ல கிடையாது. இதுதான் எங்க உள்ள வச்சிருக்காங்க. அது மட்டும் தான் சந்தனம். ஓகே, அது சந்தனம் சொல்றது. அது உங்க தாத்தா பாட்டி அவங்க வந்ததுனால தான் நீங்க இங்க வர முடிஞ்சது. இல்லாட்டி யாருக்குமே இது கிடைக்காது. அந்த இது கிடைச்சிருக்கு. இது இல்லை. இப்போ எப்படின்னா ഇത് വെയിലിന് വേണ്ടിയിട്ടാണ്, വെയിൽ തടയാൻ വേണ്ടിയിട്ടാണ്. വെയിലുക്കാக போட்டது. இல்லாட்டி பிரிச்சிரும். ഇവിടെ ആണുങ്ങളിരിക്കും, அந்த பெண்கள். அது பெண்கள் பகுதி. அப்புறம் வந்து இன்னும் ஒன்று விஷயம் என்ன அப்படி சொல்லிட்டாக்க, சிகரெட்டு, மது இந்த ஐம்புலன்கள், அந்த என்னமோ சொல்லுவாங்களா, அது பேர் என்ன, பஞ்ச பாதங்கள் 5 அது கிடையாது. இங்க கிடையாது. யாருமே ட்ரிங்க் சிகரெட் யாரும் வெளியில தீப்பெட்டி கொண்டு வர மாட்டோம். கூரை இருக்குதுல்ல, அதனால தீப்பெட்டி யார் கையிலயும் கொடுக்க மாட்டோம், குழந்தைங்க கையிலயும் கொடுக்க மாட்டோம். ஆனா நான் எல்லா நேரமும் தொழுதுட்டு இங்க உள்ள പ്രേയർ നടക്കും. അവർ தான் அவங்க പയ്യൻ. ഇവിടെ ഇങ്ങനെ ഓല വീടൊക്കെ ആയോണ്ടേ ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഒരു തീപ്പെട്ടി പോലും ആരും കൊണ്ടുവരും. കൊണ്ടുവര മാട്ടാങ്ക. വെജിറ്റേറിയൻ
இங்க ஃபுல் வெஜிடேரியன் எல்லாமே எதுவுமே கிடையாது. நாங்க வந்து கோழி ஆடு மாடு எல்லாம் வளர்க்க மாட்டோம். சாக்கடை வீட்டுக்கு வீடு சாக்கடை கிடையாது. ஒன் பாத்ரூம் 2 பாத்ரூம் வெளியில அவுட்டர்ல கொடுத்துருக்கோம். அவுட்டர்ல எங்க வீட்டுக்கு வீடு கிடையாது. ஆனா நல்ல ரிச் பாத்ரூம் எல்லாமே ഇവിടെ ബാത്റൂം ഇല്ല. வீட்டுல இல்ல. ബാത്റൂം വേറെ സെപ്പറേറ്റ് அங்க கட்டி கொடுத்துருக்காங்க கவர்மெண்ட். இங்க வைக்க கூடாது. சுவாமி எல்லாமே வைக்க கூடாது. அவங்களும் அங்க இருக்காது. அவங்களே போயிட்டு வெளியில அங்க இருக்குல்ல அவங்களுக்கும் இருக்கும். பியூர் அது ஏன் பியூர்? அது சுத்த நகரம். ശുദ്ധ നഗരം. ബാത്റൂം ഇല്ലാത്ത നഗരം. കല്യാണത്തിന് எல்லாமே ഇത്ര ആൾക്കാരുണ്ടാവും. எல்லாமே இங்க கல்யாணம் பண்ணி இப்ப அவங்க பண்ணிருக்குது முஸ்லீமும் இன்னொரு பையனும். മുസ്ലിം ഹിന്ദു നോ കാസ്റ്റ് அந்த இது கிடையாது. அதாவது சொல்லுங்க இங்கிலீஷ்ல சொல்லுங்க. நான் தமிழ்ல இப்ப எல்லாமே ஒற்றுமை. ஒருமை. ஐயர் வீட்டுல பொண்ணு கொடுப்பாங்களே நாங்க பொண்ணு கொடுப்போம். நாங்க இப்ப சாலை ஜெரினா பேகம் நாங்க அந்த வீட்டுக்கு பொண்ணு கொடுப்போம். அவங்களோட பையன் எங்க வீட்டுல வாழ்வாங்க. எங்க பிள்ளை அங்க போவாங்க. അതായത് മതം ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം. பொண்ணு வந்து முஸ்லீமா? பையன் தான் முஸ்லீம். ஆனா முஸ்லீம்னாலும் நாங்க அது கிடையாது. முஸ்லீம் சொல்ல மாட்டோம். அவங்க வந்து இந்த 69 ஜாதிகள் ஒன்னா இருக்கும். 69 ஜாதிகள் 69 இன்னும் எத்தனை இருக்கோ என்னல. அத 100 ஜாதிகள் 100 ஆயிடுச்சு. அது அந்த போயிட்டு பூக்கி பூக்கி இப்ப பிரதர் அப்படி சொல்லிட்டு 2 பேரும் அப்படி சொல்லிட்டு இங்க வந்து எல்லாம் உக்காந்துருவாங்க. அந்த ஈவினிங் உனக்கு அதெல்லாம் தரேன். அந்த இதுல வந்து என்ன பேசுறாங்க என்ன പண்றாங்க. ഗൈസ് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഞെട്ടിക്കണ ഒരു ഇത് കിട്ടിയ എന്താ വെച്ചാൽ, അതായത് വ്യത്യസ്തമായത് എന്താ വെച്ചാൽ ഈ വില്ലേജിൽ ബാത്റൂമേ ഇല്ല. അതായത് ഇവിടുത്തെ ആൾക്കാർക്ക് രണ്ടുണ്ട്. അതായത് ഇവിടെ ഈ ഗ്രാമത്തിൽ ബാത്റൂം ഇല്ല. ബാത്റൂം പോകണമെന്നുണ്ടെങ്കിൽ വേറെ പുറത്ത് പോകണം. അതായത് അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു വില്ലേജാണ്. അതായത് അത്രയും പീസ്ഫുൾ, അത്രയും വൃത്തി. ഇവിടെയൊക്കെ വന്നാൽ അത്രയും വൃത്തി, അതായത് ഒരു കച്ചറ പോലും ഇല്ല. അത്ര അടിപൊളി. അതായത് എന്താ പറയുക, നിങ്ങളൊന്ന് എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ, ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഈ വില്ലേജിൽ ഗ്യാസ് ഇല്ല, ഒന്നുമില്ല, വെറും അടുപ്പ് മാത്രം. എല്ലാവരും അടുപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ പോരാത്തതിന് ഇവിടെ തീപ്പെട്ടി ഇവർ ഇതിൻ്റെ ഉള്ളിൽ കടത്തി വിടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് ഓല വീടുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് കത്തി പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു തീപ്പെട്ടി കടത്തി വിടില്ല. അതുപോലെ തന്നെ ബാത്റൂമില്ല ഈ ഗ്രാമത്തിൽ. അത്രയും പ്യുവർ, എന്താ പറയുക, അത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വില്ലേജ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ എന്തായാലും വന്ന് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു മുതലാവും ഇങ്ങോട്ട് വന്നതിന്, ഷുവറാണ്. അപ്പം നിങ്ങൾ ഇവിടെ പുതുക്കോട്ട വരുന്നുണ്ടെങ്കിൽ നമ്മളെ ചേട്ടനെ വിളിച്ചാൽ മതി. ഞാൻ ചേട്ടൻ്റെ നമ്പർ താഴെ കൊടുക്കാം. അപ്പം മൂപ്പര് നിങ്ങളങ്ങോട്ട് ആക്കി തരും. ഓക്കെ, നിങ്ങൾ നമ്മളെ ഓഡിയൻസിന് ഡിസ്കൗണ്ട് കൊടുക്കൂലേ? ஓகே 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 நம்மளோட எப்படி வந்தீங்க? இல்லை, நாங்கள் இன்னைக்கு ஒரு ரிசப்ஷன் வந்து அது சார் அவங்க இங்கே இருக்காங்க மெய்வெளி சாலையில். உங்கள் டீம் எல்லாருமே அங்கே எல்லாரும் அங்கே வந்தாங்க. சரி இது எப்படி பார்ப்போம்னு சொல்லிட்டு ஒரு 10 வருஷமாக வரணும்னு நினச்சேன். சரி இப்படியே வந்துட்டு போயிடுவோம் இன்னைக்கு பார்ப்போம்னு சொல்லிட்டு அவங்களையும் பார்த்தாச்சு. இப்போ ஆலயத்தையும் பார்த்துட்டு போயிடலாம். ஓகேம்மா, ரொம்ப சந்தோஷமா. விழா மகிழ்ச்சி, சிறப்பு. நாங்கள் எல்லாருமே இந்த மாதிரி ஒரு இடத்துல இருக்கிறோம். இது வந்து கரண்ட் இருக்காது, எதுவுமே இருக்காது. எப்படி நீங்கள் ஃபேன் இல்லாமல் இருக்கீங்க அப்படிலாம் கேட்குறாங்க. இப்போ சோலார் வந்திருக்கு, சோலாரில் ஃபேன் எல்லாம் போட்டிருக்கேன். ஆனால் அப்போல்லாம் இதுதான் இயற்கையை தான் நம்பியிருக்கோம், கரண்ட்டு கிடையாது. வாழ்க பல்லாண்டு, நிறைய சந்தோஷமாக வாழ, நிறைய சந்தோஷங்களோட நீங்கள் இருக்கிறதுக்கு நாங்கள் வாழ்த்துறோம். அவங்க அந்த யூடியூப் அந்த சேனல் இருக்காங்க, அவங்கள கேட்டுக்காங்க, அவங்க பேசுவாங்க. ஓகே, அவங்க பேசுங்க. ஒரு ஹாய் சொல்லுங்க, ஒரு ஹாய் சொல்லுங்க. நீ போலாம் முத்தி பூனா மெய்யாக வேசத்திரிங்கோடிக்கால மக்களிடத்த முள்ள சர்வ மலமந்தர் நிரூபிக்க மான் மிரகிவான் சில ஆண்டவர்களே முத்தி போலி. எவ்வளோ நாளாச்சு நீ வந்து? நான் வந்து ஒரு 20 வருஷம் அதில் பயணிச்சுக்கிறேன். சரிம்மா, யாரோட வந்தீங்க? ஃபஸ்ட்டு என்ன தெரிஞ்சது உனக்கு? இது ஃபஸ்ட்டு தலைப்பா ஏன் கட்டியிருக்காங்கன்னு கேட்டேன். இதில் வந்துட்டு சிவனை என்ன பார்க்கலாம் அப்படின்னாங்க. சிவபெருமானை எப்படி பார்க்கலாம் அப்படின்ட்டு கேட்குறவங்கள வந்துட்டு தான் இதுமாரி தலைப்பா கட்டியிருக்காங்க. மெய்வெளி சாலைன்ற ஒரு ஊர் இருக்காங்க. அப்போ நான் சென்னையில் இருந்தேன். சென்னையில் கம்பெனியில் ஒர்க் பண்ணிக்கிருந்தேன், மல்டிநேஷனல் கம்பெனியில்.
அப்போ தான் ஒரு இதுமாரி என் ஃப்ரெண்டு இதுமாரி கட்டிட்டு வந்தான். அவன் வந்து ஒரு பெரியவங்களை கூப்பிட்டு போனான். அவங்க வந்து காசாய தலப்பா கட்டியிருந்தாங்க. அவங்ககிட்ட பேசுகிறவங்கள இந்த பாடலெல்லாம் பிடிச்சி போய் தெய்வத்தை பற்றி இறைவனை நம்ம பேசுனாங்களா. மரணமில்லா பெருவாழ்வு அடையலைன்னாங்க. அந்த ஈசனை பார்க்கலாம் அப்படின்னு சொன்னாங்க. அதன் அடிப்படையில் அப்படி இங்கே வந்து பார்த்தேன். இந்த ஊர் பிடிச்சிக்கிருச்சு, அந்த மக்கள் எல்லாம் பிடிச்சிக்கிருச்சு, இறைவனையும் பிடிச்சிக்கிருச்சு. இப்போ இதிலேயே பயணிச்சுக்கிருக்கோம். இந்த மரணமெல்லாம் பரவாயில்ல எல்லாருக்கும் கிடைக்கணும்னு சொல்லிட்டு தெய்வம் ஆசீர்வதிக்கிறாங்க. அது எல்லாருக்கும் கிடைக்கும். அந்த நம்பிக்கையில் வந்துட்டு எல்லாருமே இதில் நாங்கள் போய்க்கிருக்கோம். ஹாப்பி தான். ஓகே, ஹாப்பி. ஹாப்பி நீ கேளு, அவன்கிட்ட கேளு. உங்கள் ஒரு மந்திரம் சொல்லிட்டாங்க, அது எந்த மந்திரம்? அதுதான் நீங்க சொல்றீங்கல்லம்மா, அந்த காயத்ரி மந்திரம் சொல்றாங்க இவங்க. சல்லல்லாஹு அலாமு சல்லல்லாஹு சொல்றாங்களா, பிஸ்மில்லாஹிர் ரஹ்மானிர் இவங்களை சொல்றாங்களா. அது மாதிரி நாங்க வந்து முத்திப்பூர்ண மெய்யாகவே சதிரிகம் கோடிகால மக்கள் எடுத்துள்ள சர்வமூல மந்திர நிரூபிக மகான் மேராகி குவான் சாலை ஆண்டுகளே முத்தி பாலிப்பு அப்படி சொல்லி அவங்கள நீங்க இந்த காயத்ரி மந்திரம் சொல்றீங்களா, சொல்றோம்ல, அதே மாதிரி இது வந்து ஒரு மூலம் சாலைங்கிறது கொடுத்துருவாங்க. இப்ப ஜெரினா பேகம் என் பேரு, அங்க வந்து சாலைங்கிறது பட்டம். 40ஆம் நாளே இந்த குழந்தைங்களுக்கு இது கொடுத்துருவோம். 40ஆம் நாள் குழந்தை பிறந்து 40ஆம் நாள் அது கொடுத்துருவோம். 40ஆம் நாள் கொடுத்துருவோம். അതായത് 40 ദിവസം കഴിയുമ്പോൾ കുട്ടിക്ക് തലയിൽ ഇതേപോലെ തലപ്പാവ് കൊടുക്കും. 40 daysல கொடுத்துருவோம். அப்புறம் வந்து டேட் குழந்தைங்க பெரிய பிள்ளை ஆயிட்டா 13 இருங்கடா 13-14 வயசு பெரிய பிள்ளை ஆயிராங்களே, இங்க இருக்கக்கூடாது, வெளியில போயிடணும். தேட்டு வெளியில போயிடணும். மாசமா இருக்கால 2 மாசம் குழந்தை. இப்ப என் மருமக அப்படி சொல்றேன்ல, இங்க இருக்க கூடாது. மக யாரு இங்க இருக்க கூடாது, அவுட்டர்ல வெளியில போயிடணும். இந்த இதை விட்டு, இந்த வேலி விட்டுட்டு போனோம். இந்த கிராமம் விட்டு போனோம். கிராமம் விட்டு இல்ல, கிராமம் இல்ல, இது கிராமம் இல்ல, கிராமம் இருக்குல்லம்மா, அந்த வேலி விட்டு இந்த പുറത്തെല്ലാവർക്കും இந்த கிராமம் தானே. பிரசவம் பார்த்துட்டு நான் 40 days கழிச்சு தான் இங்க வரணும். நான் அவங்களோட புழங்க கூடாது, நான் யாரும் புழங்கக்கூடாது, இங்கே வர முடியாது. அதனால அவங்க குழந்தை பிறந்து அவங்க அம்மா அப்பா யாராவது வச்சுட்டு அப்புறம் தான் குழந்தை தூக்கிட்டு வரணும். வந்து தீர்த்த போட்டுட்டு அதுக்கப்புறம் வரணும். அவ்வளோதான். இதுதான் சுத்த நகரம். அதுக்கு ஏன் அப்படி சொல்றாங்கன்னா, தீட்டு இதெல்லாம் இருக்கக்கூடாது. ஆமா, எல்லாமே. அப்புறம் செப்பல் போடக்கூடாது. செப்பல் அடுப்பு எങ്ങനെ கத்திக்கும்? தீப்பெட்டி கிடையாது. தீப்பெட்டி ஏன் குழந்தைக்கு கீழே கையில வச்சிருந்தா அது சீச்சு போட்டு கேக்குறாப்ல. தீப்பெட்டி கிடையாது, இல்ல உள்ள வீட்டுக்குள்ள வச்சிடணும், மறைச்சிடணும். കുഴந்தைங்க കയ്യിൽ കൊടുക്കൂടാതെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞേ ഈ ഗ്രാമത്തിൽ തീപ്പെട്ടിയില്ല, ഗ്രാമത്തിലല്ല വീടിന്റെ ഉള്ളിൽ തീപ്പെട്ടി ഉണ്ടാവും. പക്ഷെ എന്താ വെച്ചാല് പുറത്തുണ്ടാവൂല. വേറെ വെളിയിൽ നിന്ന് ഒരാള് തീപ്പെട്ടി ആയിട്ട് വരാൻ പാടില്ല. ஒருத்தி போட்டுரும்ல, விளையாட்டு பொருள் இல்ல, அது விளையாட்டு பொருளா இல்ல, அதனால வீட்டுக்குள்ள வச்சுட்டு மறைச்சு வச்சிடணும். மாத்திரை எப்படி குழந்தைங்க சாப்பிடக்கூடாதுன்னு வச்சிடணும், அது மாதிரி தீப்பெட்டி. ஓகே, தேங்க்யூ. நமஸ்காரம். அவன் சொல்றேன் நமஸ்காரம் சொல்லிட்டான், சொல்றான் பாரு. நமஸ்காரம். பாய். எவ்வளவு வருஷமா இங்க வந்துட்டு? 50 வருஷம். சேர்ந்து 50 வருஷம் ஆச்சு. இங்கே வந்து உங்களுக்கு எந்த ஊர்? பொள்ளாச்சியிலே இதில் 50 வருஷம் ஆச்சு. பொள்ளாச்சியில வந்து இங்கே சேர்ந்தது 50 வருஷம் ஆச்சு. இங்கே வந்து 8 வருஷம். 8 வருஷம் சேர்ந்து 50 வருஷம் ஆச்சு. சேர்ந்து வரையும்போ வந்து 50 வருஷம் ஆச்சு. மெம்பரா 8 வருஷம். உங்கள் நேம்? മേവളി ശ്രീനിവാസൻ ചെട്ടിയാർ. താങ്ക് യു. ഗൈസ്, നമ്മളിപ്പോൾ കണ്ടില്ല ഒരാൾ, മൂപ്പര് ഇവിടുത്തെ വലിയ എന്തോ ആളാണ് കേട്ടോ. മറ്റേ എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെയാണ്. മൂപ്പര് തന്നെയാണ് അവിടെ കല്യാണത്തിൻ്റെ എന്തൊക്കെ പരിപാടി ചെയ്തിരുന്നില്ലേ? മൂപ്പരെ വീടല്ലേ അവിടെ? മൂപ്പരെന്ത് വലിയ സംഭവമല്ലേ ഇപ്പോൾ പോണോ? മറ്റേ കല്യാണമൊക്കെ നടത്തിയത് മൂപ്പരല്ലേ? ഭായ്